وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാർ, നമ്മേവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീകളുമായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നത്തെ ഈ ജുമുഅയെ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ജുമുഅയുടെ മുഴുവൻ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നു. ഈ ഒരു സമയത്തിലും സന്ദർഭത്തിലും നമ്മോടൊപ്പം പങ്കെടുക്കാൻ സാധിക്കാതെ വീടുകളിലിരിക്കുന്ന, ആശുപത്രികളിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഒരുപാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അലക്ഷ്യമായി ജീവിക്കേണ്ടവരല്ല ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും. ചില ആളുകളുടെ ജീവിത രീതി കാണുമ്പോൾ, അല്ലെങ്കിൽ നാം നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വയം ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ സംബന്ധിച്ച് മറന്നുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്നതിന് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. എങ്ങനെയാണ് പരലോകത്ത് സ്വർഗം ലഭിക്കുക, നരകമോചനം ലഭ്യമാവുക എന്ന് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമ്മെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിൽ, ആ ഒരു മാർഗം അന്വേഷിക്കുന്നവന്റെ മുമ്പിൽ മാർഗദർശനവുമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത്. ലോകത്തെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുവാനും തിന്മയിൽ നിന്ന് തടയുവാനും, നന്മ എന്താണ് എന്നും തിന്മ എന്താണ് എന്നും പഠിപ്പിക്കുവാൻ വേദഗ്രന്ഥങ്ങളുടെ അകമ്പടിയോടുകൂടി ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചയച്ചത്. അക്കൂട്ടത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിനെ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിന് രണ്ട് നിബന്ധനകൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് അല്ലാഹുവിനെ അനുസരിക്കുക, രണ്ടാമത്തേത് റസൂലിനെ അനുസരിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ആ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ വ്യക്തമായ വിജയത്തിലാകുന്നു എന്നാണ്.
അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ചര്യകളെ നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത്, ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മഹത്തായ വിജയം അവൻ വരിച്ചിരിക്കുന്നു. ഏതാണ് മഹത്തായ വിജയം? അതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, സ്വർഗം ലഭിക്കുക എന്ന്. അപ്പൊ അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് അർഹതയുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്പ പ്രയാസങ്ങളുണ്ടെങ്കിലും ആശ്വസിക്കാനും സമാധാനിക്കുവാനും നമുക്ക് വകയുണ്ട്. ആ രണ്ട് കണ്ടീഷനോടുകൂടി, ആ ഒരു രണ്ട് നിബന്ധനയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ആ ഒരു ജീവിത ശൈലി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ഒരു നിർദ്ദേശങ്ങളെ അനുധാവനം ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ നിയമങ്ങളും കാലിക പ്രസക്തമാണ്. മനുഷ്യർക്ക് തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിലൂടെ പഠിപ്പിക്കുന്നുള്ളൂ. 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണമെങ്കിലും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കുള്ള സന്മാർഗ ഗ്രന്ഥമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മാർഗദർശനമാണ്, സന്മാർഗ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യർക്കുള്ള നിയമങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കൈകളിലില്ല വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു വെളിച്ചമാണ്. അതേപോലെ തന്നെ ധാർമ്മികതയുടെ മുഴുവൻ മേഖലകളിലേക്കും അത് വഴിവെക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവനക്കെതിരെയും ആ വിശുദ്ധ ഖുർആൻ സംസാരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ വ്യക്തി എന്ന നിലയ്ക്കും സമൂഹം എന്ന നിലയ്ക്കും കുടുംബം എന്ന നിലയ്ക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത്. അവരുടെ നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് വ്യക്തമായ ഗ്രന്ഥമാണ്, അതേപോലെ തന്നെ അതൊരു പ്രകാശമാണ്. അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയും ചെയ്യും. അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആൻ വ്യക്തമായി മാർഗദർശനം നൽകുന്ന, പ്രകാശം നൽകുന്ന വെളിച്ചമായി കൊണ്ട് നിലനിൽക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിലെ 57-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ജനങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ്. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഖുർആന്റെ ആഹ്വാനം അങ്ങനെയാണ്. ചില വചനങ്ങളൊക്കെ കൽപ്പിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ അപ്രകാരം. യാ അയ്യുഹന്നാസു ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്ന് അവരെ വിശുദ്ധ ഖുർആൻ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അത് മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് അത് സമാധാനമാണ്, ശിഫയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഒരു ഉദ്ബോധനം, രണ്ടാമത്തേതോ അത് സതുപദേശമാണ്, മനസ്സുകൾക്ക് അത് ശിഫയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ ഒരു വിശുദ്ധ ഖുർആനെയാണ് നമ്മൾ പിൻപറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേദഗ്രന്ഥത്തെ അനുഷ്ഠിച്ചുകൊണ്ടാണ്, അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വിശുദ്ധ ഖുർആനിലെ നിയമങ്ങളെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിൻപറ്റി ജീവിക്കേണ്ടതാണ്. ഇനി അത് പിൻപറ്റി ജീവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ കൽപ്പനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമൂറിലെ 55-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു വചനം, അതാണ് ആമുഖമായി നിങ്ങൾ ശ്രദ്ധിക്കുക. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്കുറൂൻ.
നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതീർണമായ ഏറ്റവും നല്ലത് നിങ്ങൾ പിൻപറ്റണം. ഏതാ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനെ പിൻപറ്റുവാൻ നിങ്ങൾ തയ്യാറാകണം. എപ്പോഴും നിങ്ങൾ അറിയാത്ത രൂപത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വല്ല ശിക്ഷയും വന്ന് ഭവിക്കുന്നതിന് മുമ്പ് ആ വിശുദ്ധ ഖുർആനെ പിന്തുടരുവാൻ നിങ്ങൾ തയ്യാറാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. ആ ശിക്ഷപ്പെട്ട പരീക്ഷണങ്ങളായി ഭൂമിയിൽ പലവിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് പ്രളയങ്ങളും അതേപോലെ തന്നെ പലവിധത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടാവാം. അങ്ങനെയുള്ള ആ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയാകാം. അതെല്ലാം വരുന്നതിന് മുമ്പ് ഖുർആനെ പിൻപറ്റുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു ഖുർആൻ അനുധാവനം ചെയ്തുകൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ ദൈഹികമായ ലോകത്ത് ജീവിക്കുന്നത്. വ്യക്തമായ തെളിവാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അഫലാ യതദക്കറൂനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. അഫലാ യതദക്കറൂനൽ ഖുർആൻ, അഫലാ യതദക്കറൂനൽ ഖുർആൻ, ഖുർആനെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കാത്തത്? അവർ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, 1000-ൽ പരം വരുന്ന ആയത്തുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, അതൊന്ന് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ തയ്യാറാവാതെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അവർ വിശുദ്ധ ഖുർആനുമായി എത്രമാത്രം ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തരും ആലോചിക്കുകയും ചെയ്യും. എന്നാലും വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലത്ത് അവരുടെ സമയത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ജീവിത രീതിയും അവസ്ഥയും ഒക്കെ വ്യക്തമായി കൃത്യമായി അറിയാമെന്ന് അവരാ ഖുർആനെ അനുധാവനം ചെയ്യുവാൻ, പിൻപറ്റുവാൻ, മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ അവർ തയ്യാറായപ്പോൾ എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മാറി നിൽക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവരെ ഉദ്ബോധിപ്പിച്ചപ്പോൾ അവർക്ക് മാറ്റമുണ്ടായി. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന, നിരക്ഷരരായ ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഒരാൾ ആരാണ്? റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ അറിവില്ലാത്ത ഒരാളിൽ നിന്നും ആ ജനവിഭാഗത്തിൽ നിന്നും ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ഒരുപാട് അറിവുകൾ നേടിയ, ഒരുപാട് വിജ്ഞാനങ്ങളുള്ള ഒരാളെയല്ല തിരഞ്ഞെടുത്തത്, മറിച്ച് ഉമ്മിയായ നിരക്ഷരനായ ഒരാളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. എന്നിട്ടോ അവർക്ക് റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുക, വിശുദ്ധമായി പഠിപ്പിച്ചു കൊടുക്കുക. ആ ആയത്തുകൾ എന്ത് ചെയ്യുന്നു? തന്റെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ റസൂൽ തയ്യാറാവും. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംസ്കരിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുവാൻ അവർക്ക് കാരണമായിരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവരെ പഠിപ്പിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും. എന്താണ് അവരെ സംബന്ധിച്ചുള്ള പ്രത്യേകത? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു അവരെ. അതല്ലേ സൂചിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ മക്കയിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകളായിരുന്നു. ആ ജനത വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുവാൻ, പഠിക്കുവാൻ തയ്യാറായപ്പോൾ അവരിൽ ഒരുപാട് പരിവർത്തനമുണ്ടായി. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവർക്ക് മാറ്റമുണ്ടായെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് എന്ന് വിശ്വാസികളെ എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
വിശ്വാസങ്ങളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാവിധത്തിലുള്ള യോഗ്യതകൾ നേടിയ വിദ്യാസമ്പന്നരായ ആളുകളാണ് അന്ധവിശ്വാസങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു പട്ടിക പറയാൻ സാധിക്കും. നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ വായിച്ച വാർത്ത, നമ്മെ ഏവരെയും എത്തിക്കുന്ന വാർത്തയിൽ ആന്ധ്രാപ്രദേശിലെ രണ്ട് പെൺമക്കളെയാണ് ഉമ്മയും അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തിയത്. എന്തിനു പേരിലായിരുന്നു? അവരുടെ വിശ്വാസപ്രകാരം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ, കൊലപാതകം നടത്തുന്നത് ഞായറാഴ്ചയാണ്, അത് കലിയുഗമാണ്. എന്നാൽ തിങ്കളാഴ്ച ആ രണ്ട് മക്കളുടെ ജീവനെയും പുനർജനിക്കുമെന്ന ആ വിശ്വാസത്തോടു കൂടിയാണ് കൊലപ്പെടുത്തുന്നത്. 22 27 വയസ്സുള്ള സ്വന്തം മക്കളെ കൊലപ്പെടുത്തുവാൻ തയ്യാറായത് അറിവില്ലാത്തതുകൊണ്ടല്ല, ഭൗതികപരമായിക്കൊണ്ട് അക്കാദമികമായിക്കൊണ്ടുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവരെ അന്ധവിശ്വാസം പിടികൂടുകയാണ് ചെയ്യുന്നത്. ആ അന്ധവിശ്വാസം അവരെ പിടികൂടുകയും അതിന്റെ പേരിൽ നരകത്തിൽ നടത്തുവാൻ അവർ തയ്യാറാവുകയും ചെയ്തു എന്ന ആ ഒരു വാർത്ത ഞാനൊക്കെ വായിച്ചത് വളരെയധികം വേദനയോടുകൂടി. ഒന്ന് പ്രസവിച്ച മാതാവ് എല്ലാവിധ പരിചരണവും ശ്രദ്ധയും ഒക്കെ കൊടുത്ത ആ പിതാവ്, അത്ര കാലത്തെയും വളർത്തിയ ആ മാതാപിതാക്കൾ സ്വന്തം പെൺമക്കളെ കണ്ടുകൊണ്ട് തല്ലി അവരെ കൊലപ്പെടുത്തിയെങ്കിൽ വിശ്വാസികളെ നമ്മൾ അറിയേണ്ടത്, അത്തരം അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ കുടികൊണ്ടത് കാരണത്തായിരുന്നു അവരെ പ്രവർത്തനം അവർ ചെയ്തത്. വിദ്യാഭ്യാസം കാരണമല്ലേ, മറിച്ച് കൃത്യമായിട്ട് തന്റെ നാഥനെ മനസ്സിലാക്കുവാനും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനും യഥാർത്ഥ വിശ്വാസം മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാനും തയ്യാറായില്ല. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിച്ചത്. മന്ത്രവാദിയുടെ ഉപദേശം കേട്ടുകൊണ്ട്, അവർ നിർദ്ദേശം കേട്ടുകൊണ്ട് ചെയ്തു, അവർ തിന്മ ചെയ്യുവാൻ അവർ തയ്യാറായി. അതാണ് നമ്മളെ വായിച്ചത് മനസ്സിലാക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വെച്ച് പുലർത്തി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഒരാളെ പതിച്ചു കളയുവാൻ, ഒരാളെ നരകത്തിൽ നടത്തുവാനുള്ള അനുവാദം ഒരു രാജ്യത്തും കൃത്യമായി നൽകുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഇന്നും, ആ ഒരു ഗൂഢമായ വിശ്വാസം എന്നും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയും. അപ്പൊ സൂചിപ്പിച്ചത്, ഇങ്ങനെ നമ്മുടെ രാജ്യം ഒരുപാട് പുരോഗതിയും അഭിവൃദ്ധിയും നേടിയെടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉന്നതിയാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും അത് കൃത്യമായി കൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഒരുപാട് യോഗ്യതകളുണ്ട്. IAS-കാരും IPS-കാരും അതേപോലെ തന്നെ ജസ്റ്റിസുമാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെയാണ് അത്തരത്തിലുള്ള തിന്മകളുടെ അനാചാരങ്ങളുടെ പേരിൽ, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സ്വന്തം കഴിവില്ലാത്ത അല്ലാഹുവിന്റെ സൃഷ്ടികാരങ്ങളോട് പ്രാർത്ഥിക്കുക, ഗുരുതുണി പോലും ഇല്ലാത്ത ആളുകളുടെ മുമ്പിൽ, സന്യാസിമാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന മന്ത്രിമാരെയും അതേപോലെ തന്നെ പ്രഗത്ഭരായ ആളുകളെയും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, തന്റെ ദൈവത്തെ സംബന്ധിച്ച്, തന്റെ നാഥനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള തിന്മകളൊക്കെ ചെയ്യുവാൻ, അഥവാ അന്ധവിശ്വാസങ്ങളൊക്കെ ചെയ്യുവാൻ തയ്യാറായത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിശ്വാസവും വെച്ച് പുലർത്തുന്നില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും എതിരായ പ്രവർത്തനമാണ് അത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തിരക്കും അതിനെ ന്യായീകരിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാം പ്രബോധനവുമായി കടന്നു വരുമ്പോൾ ആ സമയത്തുണ്ടായിരുന്ന അവസ്ഥകളെ അതിനെ ശക്തമായി എതിർക്കുകയാണ്. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലും മനുഷ്യ ബലികൾ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ശിഷ്യഹത്യകള് ആ ഒരു സമയത്ത് നടക്കുന്നുണ്ട്, നരഹത്യകളൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടം. ആ ഒരു സമയത്താണ് റസൂലുള്ളാഹിയുടെ നിയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുത്ത് നിയോഗിച്ചയക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക്.
ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മാറുവാൻ അവർക്ക് കാരണമായി തീർന്നത് വിശുദ്ധ ഖുർആനാണ് എങ്കിൽ ആ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാൻ തയ്യാറാവാതെ ഇസ്ലാമിനെ ശക്തമായി കൊണ്ട് എതിർക്കുവാനും എല്ലാ നിലക്കും അടിച്ച് അമർത്തുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും നിലക്കുള്ള വാക്കുകളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അക്രമ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്ന അവസ്ഥ വരെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും ഇസ്ലാം എല്ലാ മേഖലകളിലും സഹിഷ്ണുതയും അതേപോലെ സഹവർത്തിത്വവും ഒക്കെ വെച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൗഹീദി ആദർശം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു സന്ദേശം, അതാണ് അടിസ്ഥാനപരമായി കൊണ്ട് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിക്കുന്നത്. ആ ഒരു തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു നിലക്കും അന്ധവിശ്വാസത്തിലേക്ക് അവർ പ്രവേശിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ അവർ തയ്യാറാവുകയില്ല, അനാചാരങ്ങൾ പ്രവർത്തിക്കുവാൻ അവർ ഒരിക്കലും തയ്യാറാവുകയില്ല. തന്റെ നാഥന് മാത്രമേ ഞാൻ ഇബാദത്ത് എടുക്കുകയുള്ളൂ, തന്റെ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയും അത് അവരെ അനുധാവനം ചെയ്യുകയും ചെയ്യും. അതാണ് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ വിശ്വാസം മനസ്സിൽ കുടികൊണ്ടു കഴിഞ്ഞാൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയമുള്ളൂ, അവർക്ക് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും കടന്നു വരുന്ന അവരെ സമയത്ത് 3 നിരക്കുള്ള വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് കാഹിനായി, മറ്റൊന്ന് അഹ്റാഫ്, മറ്റൊന്ന് മിലറ്റ്. വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഇന്നും നമ്മുടെ നാടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ നിലനിൽക്കുന്നു. ഒന്ന് കാഹിന അഥവാ ജ്യോതിഷപ്പണി ചെയ്യുന്ന ആള്, ഭാവി പ്രവചിക്കുന്നു, അതേപോലെ തന്നെ സ്വകാര്യങ്ങൾ പോലെയുള്ളവരൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആള്. അത്തരം ആളുകളിലേക്ക് പോകുന്നു, അവർ ആവശ്യപ്പെടുന്ന ക്യാഷ് നൽകുന്നു, ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരുപാടാണ്. അന്നത്തെ കാലത്തും കാലത്ത് നിലനിൽക്കുകയാണ്. എന്നാലോ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയത് ഭാവി പ്രവചിക്കാൻ ആർക്കും കഴിയുകയും അത് അല്ലാഹുവിന് മാത്രമേ ഭാവി അറിയുകയുള്ളൂ. അല്ലാഹുവിനല്ലാതെ അദൃശ്യപരമായ കാര്യങ്ങൾ അറിയുകയില്ല എന്ന് ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് അഹ്റാഫ് അഥവാ ജിന്ന് സേവ നടത്തിക്കൊണ്ട് അവരെ പൂജിച്ചുകൊണ്ടും അദൃശ്യകാര്യങ്ങൾ അറിയുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭാവി പ്രവചിക്കുന്ന ആള്. അങ്ങനെ ഒരു വിഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ മക്കയിൽ നിലനിന്നിരുന്നു. മൂന്നാമത്തെ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ഭാവി പ്രവചിക്കുകയും തനിക്ക് എല്ലാ രഹസ്യങ്ങളെയും അറിയാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ 3 വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രാഹത്തുമായി കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നു. ആ ആളുകളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആ കെണികളിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല നിരക്കുള്ള നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുകയും, രണ്ടാമത്തേത് മാനഹാനി അവർക്ക് സംഭവിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയരായിത്തീരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്തരം ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ വിശദീകരിക്കാതെ പല വ്യക്തികളുടെ തട്ടിപ്പുകളും അത്തരം കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ജനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും അത്തരം ആളുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. എത്ര സഹോദരിമാര് തന്റെ ആഭരണങ്ങൾ അവർക്ക് നൽകിയെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ വായിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു കെണിയിൽപ്പെട്ടാൽ അത് പിന്നിലുള്ള ആളുകൾക്ക് ബാക്കിയുള്ളവർക്ക് സംഭവിക്കരുത് എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. എങ്കിലും വീണ്ടും അത്തരത്തിലുള്ള തിന്മകളിലേക്കൊക്കെ എത്തിപ്പെടുന്ന സഹോദരങ്ങളെ പോലും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ അവർക്ക് സംഭവിക്കും. ആരോഗ്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കും, സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അതേപോലെ തന്നെ പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്ക് അവർ വിധേയരായിത്തീരുകയും ചെയ്യും. മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമായ ചെയ്താൽ ഔ കാഹിനൻ ഔ മുനജ്ജിമൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറയുകയാണ്, ആരെങ്കിലും ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ മുനജ്ജിമായ ആളുകൾ നക്ഷത്രങ്ങൾ നോക്കി രാശികൾ നോക്കിക്കൊണ്ട് കണക്ക്
സമീപിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അവതീർണമായതിൽ അവർ നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. ഏതാണ് അവതീർണമായത്? വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനെ അവർ നിഷേധിച്ചു എന്നാണ്. ജനാംഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല, ഒന്ന് പോയി നോക്കിയതുള്ള. യഥാർത്ഥത്തിൽ ആ വിശ്വാസം ഇല്ല എങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അവരെ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും ലാ യഖബലുല്ലാഹു സലാത്ത 40 യൗമൻ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ താൻ ചെയ്ത അമലുകളിൽ നിന്നും ഇല്ലാതെയായി പോകുന്നു എന്ന നിഷ്ഫലമായി പോകുന്നു. പരലോകത്ത് അവൻ നഷ്ടക്കാലം വിട്ടുപോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന് റസൂലുള്ളാഹി കടന്നു വരുമ്പോൾ അവർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയിരുന്ന ആളുകൾ. തിരുത്തി ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇല്ലാ. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ചെയ്ത് നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്, കൊലപ്പെടുത്തരുത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. മറ്റൊന്ന് പെൺകുട്ടികൾ ജനിച്ചാൽ അവരെ ജീവനോടെ കുഴിച്ചു കൊടുത്തതായ സാഹചര്യം ഉണ്ടായിരുന്നു. അതും വിശുദ്ധ തിരുത്തി വൈദൽ മൗഊദതു സുഖിലത് ബിഅയ്യി ദംബിൻ ഖുതിലത് തുടങ്ങുന്ന വചനങ്ങളിൽ അത് പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. പെൺകുട്ടികൾ അത് ജീവിതത്തിൽ അവർ ജനിച്ചു കഴിഞ്ഞാൽ അഥവാ ഒരു പെൺകുട്ടി തനിക്ക് ജനിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് മാനക്കേടാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു കുട്ടിയെ ജീവനോടെ കുഴിച്ചുകൂടാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ തയ്യാറായ ആ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്ന അതെല്ലാം തിരുത്തുവാനും അതേപോലെ തന്നെ അതെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും വിശുദ്ധ ഖുർആൻ കൊണ്ട് കൃത്യമായി അവർക്ക് സാധിച്ചു. റസൂലുള്ളാഹിക്ക് സാധിച്ചു, അതേപോലെ തന്നെ സ്വഹാബത്തിന് സാധിച്ചു. മറ്റൊന്ന് അന്നത്തെ കാലത്ത് നിലനിന്നത് ദൈവ പ്രീതിക്ക് വേണ്ടി ബലിയറുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയറുക്കുന്നതായ ആരെ മനുഷ്യരെ അഥവാ നരഹത്യ നടത്തുന്ന സമ്പ്രദായം ഉണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ അൻആമിലെ 137 അതേപോലെ 140 വചനങ്ങളിലുള്ള അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദകും സഫ്അൻ ബിഗൈരി ഇൽം. യാതൊരു അറിവുമില്ലാതെ മൂഢമായി കൊണ്ട് അവർ തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തുകയാണ്, നരഹത്യ നടത്തുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള തിന്മകളെല്ലാം ശക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി അത് പാടില്ല എന്ന് വ്യക്തമായി കൊണ്ട് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു സമർപ്പിക്കുന്നത് ഒരാളെ ന്യായമല്ലാത്ത രൂപത്തിൽ ഒരാളെ വധിച്ചു കളഞ്ഞാൽ ആ മനുഷ്യൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വധിച്ചതിന് സമമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരാൾക്ക് ജീവിതത്തിൽ സാധിച്ചാൽ ഒന്ന് സഹായിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ജീവന്റെ ജീവനെ പോലെയാണ്. അല്ലേ? ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടെ മേഖലകളിൽ ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യകരമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ഒരു തണൽ നൽകുക എന്ന് പറഞ്ഞാൽ, ഒരു സഹായം നൽകുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ അതിമഹത്തായ പ്രതിഫലമുള്ളതായിക്കൊണ്ട് ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാചാരങ്ങളുമായി കൊണ്ട് അന്ധവിശ്വാസങ്ങളുമായി കൊണ്ട് ഇസ്ലാമിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. അത് യാതൊരു നിലയ്ക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല എന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ് എന്ന് തിരിച്ചറിയുക. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യഥാർത്ഥ മുത്തഖീങ്ങളുമായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാരം ജീവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും എല്ലാവർക്കും നൽകി. حمدا كثيرا طيبا مباركا والصلاة والسلام على رسول الأمين وعلى آله وأصحابه الفائزين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا ബഹുമാനികളെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ,
അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് രണ്ടാമത് തവണ കൂടി ഓരോരുത്തരോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ അവസാനം വരെ അത് നിലനിൽക്കും. മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശന ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആനിന് എതിരെ ആരെ സംസാരിച്ചാലും ഏത് നിലയ്ക്കുള്ള അക്രമ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടാലും അല്ലാഹുവിന്റെ സഹായവും രക്ഷയും ഉണ്ടായിത്തീരുമെന്ന് നമ്മൾ തിരിച്ചറിയും. അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികളായ ആളുകൾ ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. എന്നാലോ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു പ്രകാശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും, പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകൾ എത്ര വെറുത്താലും അല്ലാഹുവിനെയും അതിനെ നിലനിർത്തുക തന്നെ ചെയ്യുമെന്നാണ്. ഇസ്ലാമിന് എതിരെയുള്ള അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന് എതിരെയുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി കൊണ്ട് നേരിടുവാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സാധ്യമായി തീരുമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. നമ്മുടെ ജീവിത രേഖ വിശുദ്ധ ഖുർആൻ, എല്ലാവിധ മാർഗദർശനവും നമുക്ക് അതിലൂടെയുണ്ട്. സന്മാർഗ ഗ്രന്ഥമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത്. എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നു, എല്ലാ നിയമാവലികളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, എല്ലാവിധ നന്മകളും പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യവും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നു. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും പ്രഥമമായ പ്രതിഫലം നൽകി നാളെ പാരമ്പര്യമായ വെച്ച് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകൾ അവർക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിക്ഷ നൽകി അനുഗ്രഹിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചു കൊടുത്ത മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ അയൽവാസികൾ, ശാസ്ത്രികൾ, അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നു. അവരെയും നമ്മയും നാളെ പാരമ്പര്യമായ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ സുന്നത്തും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീകളുമായി ജീവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم